ഇപ്പൊ നിങ്ങൾ റിലേഷന്റെ കൊളാബൊക്കെ ഇട്ടതിന് ശേഷം പുള്ളിക്കാരിക്ക് ഇതുപോലെ ആണുങ്ങളുടെ മെസ്സേജ് വരാറുണ്ടോ? വീഡിയോസ് കൊള്ളാം, മോളൂസേ അടിപൊളിയാണ്, ജാടയാണോ, അങ്ങനെ വന്നിട്ടുണ്ടോ? പിന്നെ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. ഞാൻ ഒന്നും പറയാൻ ഇവിടെ തന്നെ ചെയ്യില്ല, റിപ്ലൈ കൊടുക്കും. അങ്ങനെ എന്തെങ്കിലും ബാഡ് കമന്റ്സോ ബാഡ് മെസ്സേജ് കമന്റ്സ് ഉണ്ടോ? ഒരു ബാഡ് കമന്റ് വന്നിട്ട് ഈ അടുത്ത് ഒരു വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിപ്പോ തെറ്റാണോ ശരിയാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല, അത് നോർമലായിട്ട് ഞങ്ങളുടെ ഒരു വീഡിയോ, അതെനിക്കറിയില്ല ഇപ്പോഴും അതിനെന്താ പ്രശ്നമെന്ന്. ഫസ്റ്റ് നൈറ്റ് വീഡിയോ ആണ്. അതായത് ഞാൻ മറ്റേ പാലുമായിട്ട്, ഇപ്പൊ ഞങ്ങളുടെ കല്യാണം എല്ലാ പരിപാടിയും എന്ന് പറഞ്ഞാൽ നല്ല ഹൈപ്പിലായിരുന്നു. എല്ലാരും കിടന്നു. ഹൈപ്പിന്റെ സെൻസ് നമ്മൾക്ക് ഭയങ്കര സെലിബ്രേറ്റ്, ഞങ്ങളുടെ അത്ര ക്ലോസ് ആയിട്ടുള്ള മാത്രം വലിയൊരു കല്യാണം. അപ്പൊ എല്ലാരും അടുത്ത് കിടന്ന് ഇപ്പൊ പാല് കൊടുക്കുന്ന ചടങ്ങൊക്കെ ഉണ്ടല്ലോ, അമ്മയ്ക്കൊന്നും വയ്യ, അമ്മയൊക്കെ അടിഞ്ഞിരിക്കുക, അവിടെ എങ്ങാനും കാണും, പാല് എടുത്തോണ്ട് പോ, ആ മൂടായി. എന്നിട്ട് പാലൊക്കെ ആയിട്ട് ഞാൻ മോളിടുമ്പോ ഇവൻ അവിടെ ക്യാമറ ഒക്കെ ഓൺ ആക്കിയിട്ട് ഒരു വ്ലോഗ് മൂഡിൽ ഇരിക്കുക. അപ്പൊ ഞാൻ കയറി ചെല്ലുന്നു. ഇതാണ് പാതിരാത്രിയോടെ പാലും കൊണ്ട് വരുമ്പോ തന്നെ നിങ്ങൾ ചിന്തിക്കുന്ന വേറെ കാര്യം, പാലുമായിട്ട് വന്ന്. അപ്പൊ ഞാൻ ഇത് ചുമ്മാ ക്യാപ്ചർ ചെയ്ത് വെറുതെ എന്ന് പറഞ്ഞാ പോരാ, അത് ആൾക്കാരെ ഞാൻ കുറ്റം പറയില്ല. കയ്യില് മറ്റേ മുല്ലപ്പൂ, കയ്യില് മുല്ലപ്പൂ കൊണ്ടിരിക്കുന്ന മറ്റേ വട്ടക്കിട്ടില്ല. ഇത് കേൾക്കുന്ന ആൾക്കാരല്ല പറഞ്ഞു മനസ്സിലായി. പക്ഷെ പറഞ്ഞ രീതി എന്താ, ഫസ്റ്റ് നൈറ്റ് ചേച്ചി പാലിടും, ചേട്ടൻ ക്യാമറ ഓണാക്കി വ്ലോഗൊക്കെ എടുത്തൊക്കെ. ലിറ്ററലി ഞാൻ കയറിട്ട് ആദ്യം ചോദിച്ചാൽ നീ എന്ത് ക്യാമറ ഓണാക്കി ഇരിക്കണമെന്ന് ഞാൻ ചോദിച്ചേ. അപ്പൊ ഇവൻ എന്താന്ന് വെച്ചാൽ ഞങ്ങക്ക് ഗിഫ്റ്റ് പൊട്ടിക്കണമെന്ന് ഞങ്ങൾ പ്ലാൻ ചെയ്താ. ഞങ്ങൾ വന്ന് കേറുന്നു. ഇവൻ എനിക്ക് പാൽ ഇഷ്ടമല്ല, ഞാൻ കുടിക്കത്തില്ല. പിന്നെ ഇതിങ്ങനെയാണല്ലോ, പകുതി കുടിച്ച് പകുതി കുടിക്കണം എന്നൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവൻ ഇത്തിരി കുടിച്ച് ഞാൻ പേരിന് ചുമ്മാ ഇങ്ങനെ വെച്ചിട്ട് ഞാൻ കൊടുത്തു, കുടിച്ചു, നമ്മൾ ഇറങ്ങുന്നു, ഗിഫ്റ്റ് പൊട്ടിക്കാൻ പോയി. ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇവൻ എടുത്തിട്ട് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാട്ട് കൊടുത്തു.